ഞാൻ ഇന്ന് ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിലാണ് നിൽക്കുന്നത്. ഇവിടെ നോ ഫയർ കുക്കിംഗ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ ഹയാത്ത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് റോട്ടറി ക്ലബ് ഗുരുവായൂരാണ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്രീ ബുക്ക് ലോഞ്ച് നടക്കുന്നുണ്ട്. മെമ്മറീസ് പ്ലേറ്റഡ് എന്ന ബുക്കിന്റെ പ്രീ ബുക്ക് ലോഞ്ചാണ് നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. വേൾഡ് ഫുഡ് ഡേയോടനുബന്ധിച്ചിട്ടാണ് ഹയാത്ത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് റോട്ടറി ക്ലബ് ഗുരുവായൂർ ഈ ഒരു കേക്ക് ബേക്ക് ആൻഡ് ഡെക്കറേറ്റും അതുപോലെ തന്നെ ഹെൽത്തി സാലഡ് മേക്കിംഗ് കോമ്പറ്റീഷനും കണ്ടക്ട് ചെയ്യുന്നത്. ഒരു 10 മണിയായപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും എത്തി 10 കൂടിയിട്ട് കേക്ക് ബേക്കിംഗ് ആരംഭിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, എല്ലാവരും അതിൻ്റെ പരിപാടികളിലാണ്. നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ കണ്ടസ്റ്റൻസിൻ്റെ റിലേറ്റീവ്സും പിന്നെ ഹയാത്ത് ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫും റോട്ടറി ക്ലബിൻ്റെ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ബേക്കിംഗ് ഒക്കെ ഇങ്ങനെ കണ്ടു നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കേക്ക് ബേക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കാണാറുണ്ട്. ഇപ്പോൾ നേരിട്ട് കാണാനൊരു അവസരം കിട്ടിയേക്കല്ലേ. അപ്പോൾ ഓരോ സ്റ്റെപ്സും ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് കോമ്പറ്റീഷൻസിനൊക്കെ ആവുമ്പോൾ ഓരോരുത്തരും എങ്ങനെയാണ് ഓരോ കേക്കും പ്രിപ്പയർ ചെയ്യുന്നത്, ഏത് വെറൈറ്റി ഓഫ് കേക്കാണ് അവർ ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും വേഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ടേബിൾ എത്ര നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യണം അതൊക്കെ ജഡ്ജസ് നോക്കൂട്ടോ. അപ്പോൾ അവർക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ കേക്ക് ബേക്കിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്നാക്സ് കഴിക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഷൗജാദിൻ്റെ വൈഫ് ഡോക്ടർ റുബീന മാം ഉണ്ട്. പിന്നെ ഹയാത്തിത്തെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായ അജിത ചേച്ചിയുണ്ട്. ചേച്ചി എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ഇന്ദും അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ചു. പിന്നെ വീണ്ടും കേക്കിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു. ഇതാ ഒരു തട കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഫൈനൽ ഡെക്കറേറ്റിംഗ് സ്റ്റേജിലാണ്. ഡോക്ടർ ഷൗജാദിൻ്റെ മദർ നൂറുന്നിസ ബീവി മാമിൻ്റെ 75th ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ മാമിൻ്റെ പ്രീ ബുക്ക് ലോഞ്ച് നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, മെമ്മറീസ് പ്ലേറ്റഡ് എന്ന ബുക്കിൻ്റെ. അപ്പോൾ ആ ഒരു തീമൊക്കെ വെച്ചിട്ട് കേക്ക്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കേക്ക്സാണ്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ഏകദേശം സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടി. അപ്പോൾ ഫൈനൽ ടച്ചിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും കേക്കൊക്കെ റെഡിയായി അവർ ടേബിളൊക്കെ നീറ്റാക്കി വെക്കുകയാണ്. ജഡ്ജസിന് മാർക്സ് ഇടാനും അതുപോലെ തന്നെ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് വരും. അതോടൊപ്പം തന്നെ ഓരോരോ കേക്ക് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. കേക്ക് ബേക്ക് ചെയ്യാൻ ടാലൻറ്റും അതോടൊപ്പം തന്നെ നല്ല ക്ഷമയൊക്കെ വേണം അല്ലേ. എനിക്ക് ഈ പറഞ്ഞ രണ്ടും ഇല്ല കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്ത കേക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നൂറുന്നിസ ബീവി മാം കേട്ടോ. അപ്പോൾ മാം എല്ലാവരുടെയും കേക്കൊക്കെ നടന്ന് നോക്കുകയാണ്. അങ്ങനെ ഞാൻ മാമിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കേക്ക് നൂറുന്നിസ ബീവി മാമാണ് കട്ട് ചെയ്തത്. ആ ഒരു വിഷ്വൽ എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ മാമിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ടാണ് ആ ഫസ്റ്റ് കേക്ക് മാം കട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ജഡ്ജസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഓരോരോ കേക്കുകൾ ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ കേക്ക്സ് എല്ലാവരും ടേസ്റ്റ് നോക്കുകയാണ്. അപ്പം ഞാനും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കേക്ക്സും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. മധുരമാണെങ്കിലും എല്ലാം പാകത്തിനായിരുന്നു. ഓവർ മധുരമൊന്നുമില്ല. നല്ല യമ്മി കേക്ക്സ് എന്ന് പറയാം. അങ്ങനെ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചിന്തനെ പോയിട്ട് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. 1 മണി ആയിട്ടുണ്ടായിരുന്നു. 12:30 കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കേക്ക് ബേക്കിംഗ് കഴിഞ്ഞപ്പോൾ ഒരു 1 മണിയൊക്കെ ആവാനായിട്ടോ. അപ്പോൾ ഞാൻ മോളിനെ കൂട്ടിയിട്ട് വന്നു. അപ്പോഴേക്കും സാലഡ് മേക്കിങ്ങിനുള്ള സെറ്റിങ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ ഞാൻ അവിടെ എത്തി. പിന്നെ ഹെൽത്തി സാലഡ് മേക്കിംഗ് ആയിരുന്നു അടുത്ത കോമ്പറ്റീഷൻ. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാലഡ് എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ ഹെൽത്തി സാലഡ്സൊക്കെ ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള സാലഡ്സ് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ഈവൻ ചിക്കൻ എഗ്ഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ചിലർ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്സ് ചിക്കൻ വറുത്തതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വെറൈറ്റി ഓഫ് സാലഡ്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവർ പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു.
അങ്ങനെ ഞാനും അതിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ചിന്തയും കൂടി. ചിന്തയ്ക്ക് സാലഡ്സ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും കണ്ട് നടക്കാൻ രസമാണല്ലോ. ഇതിങ്ങനെ ഇത്രയും പേര് ഇങ്ങനെ സാലഡൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമല്ല. അങ്ങനെ കുട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാ പെട്ടെന്ന് കഴിയും സാലഡ്. ഇപ്പോൾ കേക്കിൻ്റെ അത്ര ടൈമും എടുക്കില്ലല്ലോ, പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിയുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും നല്ല കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലാണ്. നട്ട്സ് വെച്ച് ചെയ്യുന്നവരുണ്ട്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്തിട്ട്, പിന്നെ ഫ്രൂട്ട്സിനെ കേക്ക് മോഡലിൽ കട്ട് ചെയ്ത് വെച്ചവരുണ്ട്. എല്ലാതും എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പിന്നെ നമ്മൾ ഇങ്ങനെ പ്രൊഫഷണലി ജഡ്ജ് ചെയ്യാനൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ആസ് എ നമ്മൾ വ്യൂവർ അല്ലെങ്കിൽ ഓഡിയൻസ് ഒക്കെ പോലെ നോക്കുമ്പോൾ എല്ലാതും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ സാലഡ് ഓരോന്നോരോന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫൈനൽ ഗാർണിഷിങ് സ്റ്റേജാണ്. കണ്ടില്ല, എന്തൊരു മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അങ്ങനത്തെ സാലഡ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ പാക്ഡ് ആയിട്ടുള്ള സാലഡ്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഡോക്ടർ ഷൗജാദ്. അപ്പോൾ സാറും അവരെ കൂടെയുള്ള സ്റ്റാഫ്സൊക്കെ അവിടെ ഓരോ സാലഡ്സൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇനി ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബുക്ക് പ്രീ ലോഞ്ച് നടക്കുന്നുണ്ട്. പിന്നെ റിസൾട്ടും ഉണ്ടാവുമല്ലോ കേക്കിൻ്റെയും സാലഡിൻ്റെയൊക്കെ. അപ്പോൾ അതാ ഫൈനൽ ടച്ചപ്പാണ് നടക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എനിക്കും പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് കാണിയായിട്ട് പോകാനായിട്ട് സാധിച്ചതിന്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുക്കിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ ഒരു കോമ്പറ്റീഷനിലൊന്നും പോയി നിൽക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാഞ്ഞത് കേട്ടോ. അങ്ങനെ അപ്പോൾ എത്രയോ ടാലൻ്റുള്ള ആൾക്കാരുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇതാ കണ്ടില്ലേ, മനോഹരമായിട്ട് തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്ക് പ്രീ ലോഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ റിസൾട്ടൊക്കെ അറിയുക കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമായി തുടങ്ങി. ചിന്ത ഭക്ഷണം കഴിക്കാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ കേക്ക്സൊക്കെ കഴിച്ചിരുന്നു. സാലഡ് ആളധികം കഴിക്കുകയൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് നേരത്തിന് നിൽക്കാൻ പറ്റും, എന്നാലും ഫുൾ ടൈം നിൽക്കാൻ പറ്റുമെന്നുള്ള അറിയില്ലായിരുന്നു. ഒരുവിധമൊക്കെ എങ്ങനെയും ബുക്ക് പ്രീ ലോഞ്ചിൻ്റെ ആ ഒരു വീഡിയോ കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. കാരണം ഒരു 12:30 അല്ലെങ്കിൽ ഒരു മണിക്കുള്ളിൽ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ പറഞ്ഞ പോലെ ഇത്തിരി വൈകിപ്പോയി. പിന്നെ ഇത്രയും കാര്യങ്ങളും ആ പ്രിപ്പറേഷനൊക്കെ കഴിയണമല്ലോ. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ടൈമിന് എത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പോയതല്ലേ, ഇപ്പോൾ ഫുൾ വീഡിയോ കവർ ചെയ്തില്ലെങ്കിൽ ഒരു ഇതല്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മോളെയും കൂട്ടിയിട്ട് രണ്ടാമതും പോയത് കേട്ടോ. പിന്നെ ആൾക്കും പോകാനെന്നൊക്കെ രാവിലെ പറയുന്നുണ്ടായിരുന്നു. സ്കൂളിലുണ്ട് ഞാൻ കൂട്ടാണ്ടാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പിന്നെ യൂഷ്വലി അവർ എവിടെയും പോയാൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, എന്നാൽ പോലും എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ആളുണ്ടായാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. എന്താ കണ്ടില്ല, ഞാൻ സാലഡ് ടേസ്റ്റ് ചെയ്തപ്പോൾ ആൾ ജസ്റ്റ് ഫ്രൂട്ട്സ് അതിൽ പൈനാപ്പിളോ അങ്ങനെ ക്യാരറ്റോ എന്തോ സംഭവം മാത്രം കഴിക്കും. അങ്ങനെ ബുക്കിൻ്റെ പ്രീ ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാമിനൊരു മെമൻറ്റോ കൊടുക്കുന്നുണ്ട്. പിന്നെ പൊന്നാട അണിയിച്ചു. പിന്നെ കേക്കിൻ്റെയും സാലഡിൻ്റെയും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പോന്നു. കാരണം ഈ പ്രീ ലോഞ്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പോന്നു. മോളുള്ളതുകൊണ്ട് തന്നെ ആൾക്ക് ഫുഡൊക്കെ കൊടുക്കണം. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് വീഡിയോസ് എനിക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ എൻഡിൽ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇല്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൈസ് വിന്നിങ് കേക്ക് ആൻഡ് സാലഡ്. പിന്നെ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.